നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജസ്ന സലീം എന്ന മറ്റവളെ തന്നെയാണ്. നിങ്ങളെന്താ ഇപ്പം പറഞ്ഞത്? ഹണി ട്രാപ്പ് ഇപ്പം ഫോണിലൂടെയാണ്. അതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അല്ലേ? ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറേ ആൾക്കാരെ പറ്റിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഫോണിലൂടെ ഹണി ട്രാപ്പ്. പ്രിയനെയും അരുണിൻ്റെ ആ ഒരു വിഷയം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതായത് ഈ പ്രിയ അരുണിനെ ഇതാക്കുന്നതെന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇവളെ ഹണി ട്രാപ്പ് ഏത് വിധാന്ന്. ആദ്യം ഷെഫീന ബീബിയും മകനുമായിരുന്നു, ഇപ്പം പ്രിയയും അരുണുമായി. എന്താ എടി, എനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എന്നാലും നമുക്ക് മുൻകൂട്ടി ഒന്ന് കാണല്ലേ, അതല്ലേ നല്ലത്. എന്തായാലും അരുണെന്ന മഹാവേട്ടാവളിയന ഒരാളും നോക്കില്ല, നീ അല്ലാതെ. കാരണം നിൻ്റെ അരുണേട്ടനെ കിട്ടിയിട്ട് എന്ത് കിട്ടാനാന്ന്? നീയുമായിട്ടല്ലേ സമ്പർക്കം? കണ്ട എയ്ഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് പ്രശ്നമല്ലേ? അതുകൊണ്ട് ആരും നിൽക്കൂല അതിനൊന്നും. കാരണം ഇത്രയും ആൾക്കാർ ഹണി ട്രാപ്പ് ചെയ്തിട്ടും പറ്റിച്ചിട്ടും നിനക്ക് എന്തെങ്കിലും മാറാരോഗം ഉണ്ടെങ്കിലോ അതിൻ്റെ കൂടെയല്ലേ സമ്പർക്കം ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇവനെ പോലെയുള്ള വേട്ടാവളനെ ആരെങ്കിലും നോക്കൂ എൻ്റെ ജസ്നെ? ആരും നോക്കൂല. കാരണം നോക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായിനാ? പിന്നെ നിൻ്റെ ഡയലോഗ് കേട്ടു. ഡയലോഗ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ ആൾക്കാർ കുറവായതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അങ്ങനെ വരക്കാൻ പറ്റില്ല. അതങ്ങനെ ആരും വരില്ല. അതേടാ, ഹിന്ദുക്കൾ മൂഞ്ചുന്നോണ്ട് തന്നെയാണ് നീ ഹിന്ദുക്കളെ വെച്ചിട്ട് നീ കളിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴല്ലേ നിൻ്റെ മൂഞ്ചൽ കുറച്ചങ്ങ് നിർത്തിയത്. ഓർഡർ കൊടുക്കുന്ന ഫോട്ടോ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വേണ്ടി വരും. ഓർഡറൊക്കെ കൊടുക്കുന്ന ഫോട്ടോസാണ് ഇപ്പം വരച്ച് കൊടുക്കുന്നത്. പഴയ ഓർഡറില്ലേ. അപ്പോൾ ഇനിയിപ്പം ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തണ്ടണ്ടേ? തണ്ടണം. അപ്പോൾ ഇനി എന്തായാലും ഭാവി ജീവിതം അരുണിൻ്റെ കൂടെ സുഖസുന്ദരമായി ജീവിച്ചോ. സുഖസുന്ദരമായി ഹോസ്പിറ്റലിലും അങ്ങ് കൊടുത്തോ. ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ അങ്ങ് പോയിട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മച്ചി പ്രയോഗം ഞാൻ പറഞ്ഞുതരാം. ഈ മച്ചിന്ന് വിളിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതെന്താണെന്നറിയുക? അവരവരെ മക്കൾക്ക് അത് വരിക, മക്കൾക്ക് ബാധകമാകുക. കാരണം നാളെ നിനക്കൊരു മോളുണ്ടല്ലോ, നാളെ നിൻ്റെ മോള് മച്ചിയാവാതിരിക്കാൻ നീ തന്നെ പ്രാർത്ഥിച്ചോ. കാരണം മച്ചി ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പൊന്നു മോളൊന്ന് നിൻ്റെ മോളില്ലേ, ആ മോളെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ. കാരണം നാളെ അവൾ ഞങ്ങളെ മക്കളൊക്കെ നിൻ്റെ മോളെ മച്ചിന്ന് വിളിക്കേണ്ട ഗതികേട് വേറെ. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, നമ്മളാരും ഒരാളെയും ഒരു മക്കളെയും പറയില്ല. കാരണം മക്കളൊക്കെ ദൈവത്തിൻ്റെ വരദാനാണ്. പക്ഷെ നീ ചെയ്തത് വൃത്തികെട്ട കാര്യമായതുകൊണ്ട് മാത്രമാണ് നിനക്കിത് കിട്ടുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. മനസ്സിലായനോടി പുല്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഹണി ട്രാപ്പ് ചെയ്ത് ഇപ്പോൾ ഫോണിലോട്ട് ഹണി ട്രാപ്പാണ്. ഈ ഫോണിലോട്ട് ഹണി ട്രാപ്പ് ചെയ്യുമ്പോൾ നീ എന്താ വിചാരിച്ചത്? പൈസ അങ്ങ് കുറേ അങ്ങ് കിട്ടുമെന്നോ? ഒരിക്കലും കിട്ടൂല. കാരണം പണ്ടത്തെ ഇതല്ലേ, നീ ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങുന്ന കാലമല്ല ഇപ്പോൾ. ഇപ്പം കഥ മാറി, കാലവും മാറി, കോലവും മാറി. മനസ്സിലായോണ്ടി? ഇനി ഒന്നും നടക്കൂല. നിൻ്റെ ഐഡിയ ഒന്നും നടക്കൂല, വർക്കത്താവൂല. വർക്കത്തായ ആൾക്കാരൊക്കെ ഇപ്പം പെട്ട് നടക്കുകയാണ്. അവർ വെറുതെ വിചാരിക്കുന്നില്ല എന്തിന് ഇത്ര കാര്യം പൈസ കൊടുത്തു എന്നുള്ളത്. കഷ്ടം.